അപ്പം ആയാലും ദോശയായാലും പുട്ടായാലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുമാവട്ടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണേ. നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നമ്മൾ പല രീതിയിലൊക്കെ ഗ്രീൻ പീസ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ പട്ട, കരയാമ്പ്, ഏലക്ക അതൊരു 2-3 പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു നല്ല വലുപ്പത്തിലുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ കളറ് മാറി വരരുത്. ഈ ഒരു കളറ് സവാളയുടെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി കളറും മാറും. അപ്പോൾ അതുകൊണ്ട് കളറ് മാറാതെ നോക്കി എടുക്കണം കേട്ടോ. അതിനൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒരു 5-8 പീസ് ഉണ്ടാവും. നമ്മൾ എരിവിനെന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു മുളകും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് വാടി വരിക. സവാളയുടെ കളർ ഒന്ന് വാടി തുടങ്ങൂലേ, ഈ ഒരു പരുവത്തിലാകുന്നത് വരെ മാത്രം മതി. കൂടുതലിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറിയുടെ ആ ഒരു സ്റ്റൈലേ മാറും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച ഗ്രീൻ പീസാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തലേന്ന് തന്നെ കുതിർത്തിയതായിരിക്കണം. അതല്ല എങ്കിൽ വൈകിട്ടാണ് നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ബാക്കിയൊക്കെ പിന്നീട് ഒരു 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം പട്ട, പിന്നെ നമ്മുടെ വലിയ ജീരകമില്ലേ, ചെറിയ ജീരകം ഇടരുത്, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ചേർക്കാം. അതല്ല എങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം കറിയിൽ ആഡ് ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കറക്റ്റ് വെള്ളമൊക്കെ നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതൊന്ന് ഉടഞ്ഞു വരില്ല. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് വരണം. കംപ്ലീറ്റ് വിസിൽ പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് മാറിയരുത്. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ തിളക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയും ആ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്തത് കൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെ ആയാലും നമ്മുടെ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടല്ലോ, എന്തോ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഗ്രീൻ പീസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല വൈറ്റ് കളറിലാണ് ഇത് ഈ ഒരു കറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സവാളയുടെ കളറ് മാറിപ്പോകരുത്. മാറിയാൽ നമ്മുടെ കറിയുടെ ആ ഒരു സ്റ്റൈലും മാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.